Hi, my dear students. Welcome back to our mathematics class. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു 10-20 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ 3 ചാപ്റ്ററുകൾ ഫിനിഷ് ചെയ്തു അല്ലേ. ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും തേർഡ് ചാപ്റ്ററും നമ്മൾ ഫിനിഷ് ചെയ്തു. ഇന്ന് നമ്മൾ നമ്മുടെ 4th ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് ന്യൂ നമ്പേഴ്സ് എന്നാണ്. ന്യൂ നമ്പേഴ്സ്. ഓക്കെ, എന്താ ഈ ചാപ്റ്ററിന് ഇങ്ങനൊരു പേരിടാനുള്ള കാരണം? ന്യൂ നമ്പേഴ്സ് എന്ന പേരിടാനുള്ള കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് കഴിഞ്ഞ പറഞ്ഞാൽ കഴിഞ്ഞ 8th-ലും 7th-ലും ഒക്കെ നമ്മൾ ഇതുവരെ പഠിച്ച കുറേ നമ്പേഴ്സ് ഉണ്ട് അല്ലേ. ഈ നമ്പേഴ്സിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പുതിയ ടൈപ്പ് നമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോവുകയാണ്. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് ഈ ചാപ്റ്ററിൻ്റെ പേര് വന്നത് ന്യൂ നമ്പേഴ്സ് എന്ന് പേര് വന്നത്. ഓക്കെ, അപ്പോൾ ആ ടൈപ്പ് നമ്പേഴ്സിനെ കുറിച്ച് അത് എന്താണ്, അത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് അത് വെച്ചിട്ടുള്ള ഓപ്പറേഷൻസ് ഒക്കെ എന്ത് ചെയ്യും, ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കും. അപ്പോൾ നമുക്ക് വരും ക്ലാസ്സുകളിൽ മീൻസ് 10th-ലൊക്കെ ഉള്ള ക്ലാസ്സുകളിലൊക്കെ എന്ത് വരും, ചാപ്റ്ററുകളിലൊക്കെ ഈ നമ്പേഴ്സ് വെച്ചിട്ടുള്ള ഒരുപാട് ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ പുതിയൊരു ടൈപ്പ് നമ്പറെ കുറിച്ച് പഠിക്കുക ആയതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കണം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ന്യൂ നമ്പേഴ്സ് ആയതുകൊണ്ട് ഈ ഓൾഡ് നമ്പേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ മുമ്പ് പഠിച്ച നമ്പേഴ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ നമ്പേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അതുപോലെ ഈ നമ്പേഴ്സ് നമ്മൾ ഏറ്റവും ആദ്യം ഉപയോഗിച്ച് തുടങ്ങിയത് നമ്മൾ എണ്ണാൻ വേണ്ടിയിട്ടാണ്, കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ അങ്ങനെയുള്ള നമ്പർ ഏതൊക്കെ നമ്പറുകൾ നമ്മൾ കൗണ്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ 1 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. 1, 2, 3, 4 അങ്ങനെയുള്ള നമ്പേഴ്സാണ് ഏറ്റവും ആദ്യം നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയ നമ്പേഴ്സ്. ശരിയല്ലേ? ഈ നമ്പേഴ്സിന് ഈ 1, 2, 3, 4, 5 എന്നുള്ള ഈ നമ്പേഴ്സിൻ്റെ ഒരു പേര് പറയുന്നത് എന്താണ്, എന്ത് നമ്പേഴ്സ് എന്നാ പറയാ? ഈ നമ്പേഴ്സിനാണ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയാം. എന്താണ് അതിൻ്റെ പേര്? നാച്ചുറൽ നമ്പേഴ്സ്. ഇതിന് പറഞ്ഞ വേറൊരു പേര് എന്താണ്? കൗണ്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്പേഴ്സ് ആണ് കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് എന്ത് ചെയ്യാറുണ്ട്, ഇതിന് പറയാറുണ്ട്. കൗണ്ടിങ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? നമ്പർ 1, 2, 3, 4 ഇങ്ങനെയുള്ള നമ്പേഴ്സ്. ഇങ്ങനെയുള്ള നമ്മൾ എണ്ണാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്പേഴ്സ് ഉണ്ടോ, ഇതിൻ്റെ പേരാണ് നാച്ചുറൽ നമ്പേഴ്സ്. മനസ്സിലായല്ലോ? ഇങ്ങനെ ഈ നാച്ചുറൽ നമ്പേഴ്സ് ഇങ്ങനെ കുറേ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങി. പിന്നെ കുറേ കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിച്ചു? കുറേ കഴിഞ്ഞതിന് ശേഷം 0 എന്ന് പറഞ്ഞ നമ്പർ കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആഡ് ചെയ്തു. 0 ആദ്യം നമ്മൾ പഠിക്കുമ്പോൾ 0 പഠിച്ചിട്ടില്ല. 0 നമ്മൾ പിന്നെ പഠിച്ചത് അല്ലേ. അതിൻ്റെ ഉപയോഗം അങ്ങനെ തന്നെ ആയിരുന്നു. ആദ്യം നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് മാത്രം കൗണ്ട് ചെയ്യാൻ വേണ്ടി മാത്രം നമ്പേഴ്സ് ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. 2 നമ്പറുകൾ ആഡ് ചെയ്യുമ്പോൾ വേറൊരു നാച്ചുറൽ നമ്പർ, 2 നാച്ചുറൽ നമ്പർ ആഡ് ചെയ്താൽ വേറൊരു നാച്ചുറൽ നമ്പറാണ് കിട്ടുക. ഒരു നാച്ചുറൽ നമ്പറിൽ നിന്ന് വേറൊരു നാച്ചുറൽ നമ്പർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, അതും കിട്ടുക ഒരു നാച്ചുറൽ നമ്പറാണ് കിട്ടുക. പക്ഷേ ഒരു നമ്പറിൽ നിന്ന് സെയിം നമ്പർ തന്നെ മൈനസ് ചെയ്ത് എന്താ കിട്ടുക? അപ്പോൾ 4 എന്ന് പറഞ്ഞ നമ്പറിൽ നിന്ന് ഒരു 4 മൈനസ് ചെയ്ത് എന്താ കിട്ടുക? 4 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുമില്ല അല്ലേ. അപ്പോൾ ഈ ഒന്നുമില്ല എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? അതിനൊരു നമ്പർ വേണം. അതിനെ കണ്ടുപിടിച്ച നമ്പറാണ് എന്ത്? 0 എന്ന് പറഞ്ഞ നമ്പർ ഉണ്ടോ, 0. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ പഠിച്ച ഈ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റിനോട് കൂടി 0 എന്ന് പറഞ്ഞ നമ്പറും കൂടി ആഡ് ചെയ്യണം. 0യും കൂടി നമ്മൾ ആഡ് ചെയ്യണം. നാച്ചുറൽ നമ്പേഴ്സ് ഇതൊരു സെറ്റാണ്. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റിനോട് കൂടി എന്ത് ചെയ്യണം? 0 എന്ന് പറഞ്ഞ നമ്പറും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു സെറ്റ് കിട്ടും. അപ്പോൾ അത് 0-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സെറ്റ് കിട്ടും ഉണ്ടോ. 0, 1, 2, 3 ആണോ, ഇങ്ങനെ പോണ നമ്പേഴ്സ് ഉണ്ടോ. ഈ നമ്പേഴ്സിനെ നമ്മൾ എന്താ പറയാറോ, ഇത് നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്നാണ് പറയാ. എന്താ പറയാ? ഹോൾ നമ്പേഴ്സ്. ഇതാണ് ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 0 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ 0 ആണ്. പിന്നെ 1, 2, 3 ഇങ്ങനെ വരും. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 1-ലാണ്. 1, 2, 3 എന്നുള്ള ഈ സെറ്റിനാണ് എന്ന് പറയാ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാ. മനസ്സിലായല്ലോ? അപ്പോൾ പിന്നെ നമ്മൾ ഈ 0 കൂടി ആഡ് ചെയ്തപ്പോൾ അങ്ങനെ കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തായാലോ, പിന്നെ നമ്മൾ ഒരു നമ്പറിൽ നിന്ന് അതിനേക്കാളും വലിയൊരു നമ്പർ മൈനസ് ചെയ്യാൻ പഠിച്ചു. നമ്മൾ 8th പഠിച്ചില്ലേ, 3 എന്ന് പറഞ്ഞ നമ്പറിൽ നിന്ന് 4 എന്ന് പറഞ്ഞ നമ്പർ നമുക്ക് മൈനസ് ചെയ്യാൻ പഠിച്ചു. അത് ആദ്യം അറിയില്ലായിരുന്നു. അങ്ങനെ 3 എങ്ങനെ നമ്മൾ 4 മൈനസ് ചെയ്യുക. അപ്പോൾ 3-ൽ നിന്ന് 4 മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിസൾട്ട് ഇവിടെ കിട്ടും. എന്താ 3-ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ കിട്ടുക? 3-ൽ നിന്ന് 4 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ -1 എന്ന് പറയുന്ന നമ്പറാണ് കിട്ടണം. -1 ഉണ്ടോ, അങ്ങനെ കിട്ടും. നെഗറ്റീവ് നമ്പേഴ്സ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു. അപ്പോൾ ഈ നാച്ചുറൽ നമ്പേഴ്സിനോട് കൂടി 0 ആഡ് ചെയ്തപ്പോൾ ഹോൾ നമ്പറായി. ഹോൾ നമ്പേഴ്സിനോട് കൂടി ഈ നമ്പേഴ്സിൻ്റെ അതായത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ നെഗറ്റീവ്സും കൂടി ആഡ് ചെയ്തപ്പോൾ എന്തായി?
കുറച്ചും കൂടി വലിയൊരു സെറ്റ് കിട്ടി. അത് ഏതാണ് സെറ്റ് വരിക? നോക്കൂ, നെഗറ്റീവ് നമ്പേഴ്സും സീറോയും നാച്ചുറൽ നമ്പേഴ്സും. -4, -3, -2, -1, 0, 1, 2, 3, 4 അങ്ങനെ ഒരു സെറ്റ് ഉണ്ടോ? ഈ ഭാഗത്തേക്ക് രണ്ട് ഭാഗത്തേക്ക് നീണ്ടു നിൽക്കണ ഒരു സെറ്റ് കിട്ടിയാണോ? അതായത് നാച്ചുറൽ നമ്പേഴ്സും സീറോയും ഈ നാച്ചുറൽ നമ്പേഴ്സിന്റെ നെഗറ്റീവ്സും കൂടി ഉൾപ്പെടുന്ന വലിയൊരു സെറ്റാണോ? അപ്പൊ ഇത്രയും സെറ്റ് ഈ നമ്പേഴ്സിന്റെ ഒരു പേര് പറയും. എന്താ അതിന്റെ പേര് പറയാ? മറക്കരുത് ഈ പേര് കേട്ടോ. ഇതേപോലെ ഞാൻ ആരും പറഞ്ഞുതരില്ല. എന്താ അതിന്റെ പേര് പറയാ? ഇതിന് നമ്മൾ ഇൻഡിജേഴ്സ് എന്നാണ് പറയാ. ഇൻഡിജേഴ്സ് എന്ന് പറയാം. ഇൻഡിജർ. അപ്പൊ ഒരു ഇൻഡിജർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻഡിജർ എന്ന് പറഞ്ഞാൽ അതേപോലെ 1, 2, 3 എന്ന നമ്പർ ആവാം, 0 ആവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം -1, -2, -3 അതിന്റെ നെഗറ്റീവ്. ഇതിൽ ഇങ്ങനെയുള്ള നമ്പേഴ്സിനാണ് എന്ത് പറയാ? ഇൻഡിജേഴ്സ് എന്ന് പറയാ. മറക്കരുത് ഇൻഡിജേഴ്സ്. അപ്പൊ എന്തൊക്കെയാണ്? നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇൻഡിജർ. അപ്പൊ നമ്മളൊരു എക്സ് എന്നുള്ളൊരു വേരിയബിൾ എഴുതാം. അങ്ങനെ എഴുതണം. എക്സ് ഈസ് ആൻ ഇൻഡിജർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എക്സ് ഈസ് ആൻ ഇൻഡിജർ എന്ന് പറഞ്ഞാൽ അപ്പൊ എക്സിന്റെ വാല്യൂ ആയിട്ട് വരാവുന്നത് ഒരു ഇൻഡിജർ ആണ്. ഇൻഡിജർ എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 1, 2, 3, 4 എന്ന് വരാം, 0 വരാം, -1, -2, -3 അങ്ങനത്തെ വാല്യൂ വരാൻ അർത്ഥം. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് അർത്ഥം. അപ്പൊ അതിന്റെ വാല്യൂ എങ്ങനത്തെ വരാൻ പാടുള്ളൂ? നാച്ചുറൽ നമ്പർ ആണ് 1, 2, 3, 4 എന്നേ വരാൻ പാടുള്ളൂ. എക്സ് ഈസ് എ ഹോൾ നമ്പർ എന്ന് പറയുന്നത് അർത്ഥം. എക്സിന്റെ വാല്യൂ 1, 2, 3, 4 എന്നൊക്കെ വരാം. എക്സിന്റെ വാല്യൂ എന്തും ആവാം, 0യും ആവാം. അപ്പൊ ഇത് അങ്ങനെ അറിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, അതിന് എന്തൊക്കെ വാല്യൂസ് വരുന്നുള്ളൂ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഹോൾ നമ്പേഴ്സ്, ഇപ്പൊ ഇൻഡിജേഴ്സ് കാണാം. ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷം ഇതിന് മുമ്പത്തെ വർഷമൊക്കെ ആയിട്ട് നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉള്ള നമ്പേഴ്സ് പഠിച്ചില്ലേ? അങ്ങനെ 2/3 കേട്ടോ, 2/3, 1/5, 3/7 ഇങ്ങനെയുള്ള നമ്പേഴ്സ്. ഇങ്ങനെയുള്ള നമ്പേഴ്സിന് നമ്മൾ എന്താ പറയുക? ഫ്രാക്ഷൻസ് എന്ന് പറയാം. എന്താ പറയാ? ഫ്രാക്ഷൻസ്. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഫ്രാക്ഷൻസ് അല്ലേ? ഫ്രാക്ഷൻസ്. അതായത് ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് ഫുൾ നമ്പർ ഇല്ല. ഇതിൻ്റെയൊക്കെ ഈ 0ന്റെയും 1ന്റെയും ഇൻ ബിറ്റ്വീനിലുള്ളത്, 1ന്റെയും 2ന്റെയും ഇൻ ബിറ്റ്വീനിൽ, അതുപോലെ ഈ നാച്ചുറൽ നമ്പേഴ്സിന്റെ ഒക്കെ നമ്മൾ എഴുതിയ നമ്പേഴ്സിന്റെ ഇൻ ബിറ്റ്വീനിലുള്ള നമ്പേഴ്സ്, അങ്ങനെയുള്ള കുറെ നമ്പേഴ്സ്. അങ്ങനെയുള്ള നമ്പേഴ്സ് നമുക്ക് ഫ്രാക്ഷനുകൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? റെപ്രസെന്റ് ചെയ്യാം. ഇതും നമ്മൾ എന്ത് ചെയ്തു? ഫ്രാക്ഷൻസിന്റെ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു. ശരിയല്ലേ? അപ്പൊ ഇതിനോട് കൂടി എന്തുകൂടി വന്നു? ഫ്രാക്ഷൻസും കൂടി വന്നു കേട്ടോ. അപ്പൊ എന്തൊക്കെ നമ്പേഴ്സായി നമ്മൾ പഠിച്ച നമ്പേഴ്സ്? നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇൻഡിജേഴ്സ്, ഫ്രാക്ഷൻസ്. ഇത് എത്രയും നമ്പേഴ്സിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ ഫ്രാക്ഷൻസ് ഇപ്പൊ നമ്മളെ സെക്കൻഡ് ചാപ്റ്റർ ഇതിനെ കുറിച്ച് പഠിച്ചില്ലേ? ഈ ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ ഡെസിമൽ ഫോമിലേക്ക് എങ്ങനെയാണ് എഴുതുക എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു. അതല്ലോ. അപ്പോൾ ഫ്രാക്ഷൻസും ഡെസിമൽ നമ്പേഴ്സും ഒക്കെ സെയിം ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ നമ്പേഴ്സിനെ മൊത്തമായിട്ട്, അതായത് ഇതുവരെ നമ്മൾ ഈ നയൻത്ത് വരെയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇൻഡിജേഴ്സ്, ഫ്രാക്ഷൻസ്, ഇതിലൊക്കെ മൊത്തമായിട്ട് പറഞ്ഞൊരു പേരുണ്ട്. എന്താ പേര് അറിയാം? ഇതിലുള്ള ഈ നമ്മളിപ്പോൾ പഠിച്ച ഈ എല്ലാ നമ്പറുകളെയും നമുക്ക് എന്ത് എഴുതാൻ പറ്റുമോ? P/Q എന്ന രീതിയിൽ എഴുതാൻ പറ്റും. P/Q എന്ന ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? All these numbers can be represented in the form P/Q. എന്താ അങ്ങനെ പറഞ്ഞ അർത്ഥം? ഇതിലുള്ള ഇപ്പൊ നമ്മൾ പറഞ്ഞ എല്ലാ നമ്പറിനും ഇതുപോലെ ഒരു ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. അതായത് ഇവിടെ നോക്കൂ, ഇതിലുള്ള 4 എന്ന് പറയുന്ന നമ്പർ നമുക്ക് 4/1 എഴുതാൻ പറ്റുമോ? 4 എന്ന് പറയുന്ന നമ്പർ 4/1 എഴുതാൻ പറ്റും. ഒരു ഈ രൂപത്തിൽ എഴുതാൻ പറ്റും കേട്ടോ. 0 എന്ന് പറഞ്ഞാൽ നമുക്ക് 0/1 എഴുതാൻ പറ്റും കേട്ടോ. ഡിനോമിനേറ്റർ 1 കൊടുത്ത് നമുക്ക് ഇതിനൊക്കെ റെപ്രസെന്റ് ചെയ്യാം. -3 എന്നുള്ള നമുക്ക് -3/1 എന്ന് എഴുതാൻ പറ്റും കേട്ടോ. അങ്ങനെ എഴുതാൻ പറ്റും. പിന്നെ ഫ്രാക്ഷൻസ് ആണെങ്കിൽ ഫ്രാക്ഷൻസിന് പിന്നെ ഓൾറെഡി ഉണ്ടല്ലോ, 3/4 ഉണ്ടോ. ഇത് ന്യൂമറേറ്റർ, ഇത് ഡിനോമിനേറ്റർ ഉണ്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ പറ്റുന്ന നമ്പറുകളാണ് P/Q എന്ന് പറഞ്ഞതിന്റെ അർത്ഥമാണ് ഒരു ന്യൂമറേറ്ററും ഒരു ഈ ഡിനോമിനേറ്റർ എന്താ പാടില്ല? ഡിനോമിനേറ്റർ Q എന്താകാൻ പാടില്ല? 0 ആവാൻ പാടില്ല. ഡിനോമിനേറ്റർ ഷുഡ് നോട്ട് ബി 0. P/Q നമ്മൾ എഴുതുക. P എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിജർ ആണ്. Q എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിജർ. P എന്ന് പറഞ്ഞാൽ ഇൻഡിജർ ആണ്, ഇതിലേതെങ്കിലും ഒന്ന് കേട്ടോ. Q എന്ന് പറഞ്ഞാൽ ഇൻഡിജർ ആണ്, ഇതിലേതെങ്കിലും ഒന്ന്. പക്ഷേ Q എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. അപ്പൊ പ്രത്യേകമായിട്ട് നമ്മൾ പറയും all these numbers can be written in the form of P/Q, where P and Q are integers, Q not equal to 0. അങ്ങനെയുള്ള ഈ നമ്പേഴ്സിനും അപ്പൊ ഒരു റേഷ്യോ പോലെ P/Q ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഈ ടൈപ്പ് എല്ലാ നമ്പേഴ്സിനും കൂടി നമ്മൾ റേഷണൽ നമ്പേഴ്സ് എന്നാണ് പറയാ. എന്താ പറയാ? റേഷണൽ നമ്പേഴ്സ്. മറക്കരുത്. ഇതുവരെ നിങ്ങൾ പഠിച്ച ഈ നമ്പേഴ്സ് ഒക്കെ എന്താണ്? റേഷണൽ നമ്പേഴ്സ്. എന്താ വാട്ട് ഈസ് എ റേഷണൽ നമ്പർ?
എ നമ്പർ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം പി ബൈ ക്യൂ. എ നമ്പർ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം ഓഫ് പി ബൈ ക്യൂ വേർ പി ആൻഡ് ക്യൂ ആർ ഇൻഡിജേഴ്സ് ആൻഡ് ക്യൂ നോട്ട് ഈക്വൽ ടു 0 ആർ കാൾഡ് റേഷണൽ നമ്പേഴ്സ്. അപ്പൊ ഏതൊക്കെയാ റേഷണൽ നമ്പേഴ്സ്? ഇൻഡിജേഴ്സ് ആർ റേഷണൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ് ആർ റേഷണൽ നമ്പേഴ്സ്, പിന്നെ നാച്ചുറൽ നമ്പേഴ്സ് ആർ റേഷണൽ നമ്പേഴ്സ്, fractions are rational numbers. All these numbers are collectively called rational numbers. ഓക്കെ, ഇത്രയും നമ്പേഴ്സിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്തത് മുൻ ക്ലാസ്സുകളിൽ പഠിച്ചത്. ഇതൊന്നും അല്ലാത്ത ഇനിയും നമ്പേഴ്സ് ഉണ്ട്. പുറത്ത് ഇപ്പം നമ്പറുകൾ നമ്മൾ എന്തിനാ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ നമ്പറുകൾ ഓരോന്നോരോന്നോരോ കണ്ടുപിടിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞു എണ്ണണ്ടി വന്നപ്പോഴാണ് എന്ത് ചെയ്തത് നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിച്ച്, ശരിയല്ലേ? പിന്നെ ഒരു നമ്പറിൽ നിന്ന് അതേ നമ്പറിനെ മൈനസ് ചെയ്യുമ്പോൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്പർ ഇല്ലാതായി. അപ്പോഴാണ് നമ്മൾ എന്ത് 0 കണ്ടുപിടിച്ച്. ഒരു സ്മോളർ നമ്പറിൽ നിന്ന് ഒരു ലാർജർ നമ്പർ മൈനസ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് വന്നത് നെഗറ്റീവ്സിൻ്റെ ആവശ്യം വന്നത്. അപ്പോൾ നെഗറ്റീവ് നമ്പർ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അങ്ങനല്ലേ? അങ്ങനെ പിന്നെ ഒരു രണ്ട് ഹോൾ നമ്പർക്കിടയിൽ ഇപ്പോൾ 0-ൻ്റെയും 1-ൻ്റെയും ഇൻ ബിറ്റ്വീനിൽ ഒരു സാധനം എടുത്തതിന് 2 കഷ്ണാക്കി അല്ലെങ്കിൽ 3 കഷ്ണാക്കി. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് ഉണ്ട്. ആ പാർട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് നമ്മൾ എന്തുണ്ടാക്കിയത്? ഫ്രാക്ഷൻസ് ഉണ്ടാക്കിയത്, ശരിയല്ലേ? ആ ഫ്രാക്ഷൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള വേറൊരു ഫോമാണെന്ത്? ഡെസിമൽ ഫോം. ഡെസിമൽ നമ്പേഴ്സ് ആയിട്ട് അതിലൊക്കെ സെയിം, ഫ്രാക്ഷനും ഡെസിമൽ നമ്പേഴ്സ് ഒക്കെ സെയിം തന്നെയാണ്, മനസ്സിലായല്ലോ? അപ്പോൾ ഈ നമ്പേഴ്സൊക്കെ ഓരോ ആവശ്യങ്ങൾ ആവശ്യങ്ങൾ ഉണ്ടായപ്പോൾ ഉണ്ടായതാണ്. അതുപോലെ ഇതുവരെ നമ്മൾ പഠിച്ച ഈ നമ്പേഴ്സ് ഒന്നും ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റാത്ത ചില മെഷർമെൻറ്റ്സ് ഉണ്ട്, കുറേ ലെങ്ത്തുകളുണ്ട്. എന്താ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം? ഞാനൊരു ലൈൻ വരച്ചു, ആ ലൈനിൻ്റെ ലെങ്ത് എത്രയെന്നുള്ളത് പറയണം, കറക്റ്റായിട്ട് പറയണം. ആ ലൈനിൻ്റെ ലെങ്ത് എത്രയെന്ന് കറക്റ്റായിട്ട് പറയാൻ ഇതുവരെ നമ്മൾ പഠിച്ച ഈ നമ്പേഴ്സ് ഒന്നും പോരാത്ത സന്ദർഭങ്ങൾ വരാം. അങ്ങനത്തെ സന്ദർഭങ്ങൾ ഉണ്ട്, അല്ലേ? ആ ലൈനിൻ്റെ ലെങ്ത് ഒരു നാച്ചുറൽ നമ്പറായിട്ട് പറയാൻ പറ്റില്ല. ആ ലൈനിൻ്റെ ലെങ്ത് ഒരു ഹോൾ നമ്പർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻഡിജർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു റേഷണൽ നമ്പർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റാത്ത ലെങ്ത്തുകൾ ഉണ്ട്. സോ അങ്ങനത്തെ ലെങ്ത്തുകൾ റെപ്രസെൻറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാണ്? നമ്മൾ പുതിയ ടൈപ്പ് നമ്പറുകൾ എന്ത് ചെയ്യാണ്? പഠിക്കുകയാണ്. ആ നമ്പറുകൾ എന്താ എന്നുള്ളതാണ് എന്ത് ചെയ്യാനുള്ളത് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. മനസ്സിലായല്ലോ? ന്യൂ നമ്പേഴ്സ് അതാണ് ചാപ്റ്ററിൻ്റെ പേര്. എന്ത് തോന്നുന്നു? ന്യൂ നമ്പേഴ്സ്. അപ്പോൾ എന്താണ്? അപ്പോൾ നമുക്ക് ഇതുവരെ പഠിച്ച നമ്പറുകൾ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റാത്ത അളവുകൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഓക്കെ, ഞാൻ ഒരു സിറ്റുവേഷൻ പറയാം. ഓക്കെ, ഞാനിവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് ഈ സൈഡ് 1 സെൻറ്റിമീറ്റർ ആണ്. ഈ സൈഡും 1 സെൻറ്റിമീറ്റർ ആണ്. ഇതിൽ ഈ രണ്ട് ലെങ്ത്, ഈ പെർപെൻഡിക്കുലർ സൈഡ്സ് 1 സെൻറ്റിമീറ്റർ വീതമുള്ള ഒരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചു ഉണ്ടോ? ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഈ ഹൈപ്പോട്ടനീസ് ഉള്ളതല്ല, ഇതെന്താണ്? ഇതിൻ്റെ ലെങ്ത് എന്തായിരിക്കും വരിക? ഈ ട്രയാങ്കിളിൻ്റെ പേര് ABC ആണെന്ന് വിചാരിക്കുക. ABC എന്ന് പറഞ്ഞ ഒരു റൈറ്റ് ട്രയാങ്കിളാണ്. ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസിൻ്റെ ലെങ്ത് നമ്മളെങ്ങനെ കാണും? കേട്ടോ, ഒരു റൈറ്റ് ട്രയാങ്കിളിൽ ഉപയോഗിക്കുന്ന ഒരു തിയറിയാണല്ലോ പൈതഗോറസ് തിയറം. നിങ്ങൾ കേട്ടിട്ടില്ലേ പൈതഗോറസ് തിയറം? നമ്മൾ പഠിച്ചാൽ എന്താ പൈതഗോറസ് തിയറം? ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സും അതിൻ്റെ ഈ ലെങ്ത്തുകൾ, ഈ 3 സൈഡ്സിൻ്റെ ലെങ്ത്തുകളെ തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന തിയറാണ് പൈതഗോറസ് തിയറം. എന്താണ് പൈതഗോറസ് തിയറം പറയുന്നത്? ഇതിൻ്റെ ശരിക്കും ശ്രദ്ധിക്കാൻ വളരെ അത്യാവശ്യമുള്ള ഒരു സംഭവമാണ് ഈ ചാപ്റ്ററിൽ. ഇതിൻ്റെ 2 പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് റൈറ്റ് ആംഗിൾ. റൈറ്റ് ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ സൈഡാണ് ഏറ്റവും ലോങ്ങസ്റ്റ് സൈഡ്, നീളം കൂടിയ സൈഡ്. എപ്പോഴും അങ്ങനെ വരിക. ഒരു റൈറ്റ് ട്രയാങ്കിളിൽ റൈറ്റ് ആംഗിളിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ്, അല്ലേ? ഈ സൈഡ് നമ്മൾ എന്താ പറയുക? നമ്മൾ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഈ ഹൈപ്പോട്ടന്യൂസ് ആണ് ഏറ്റവും ലോങ്ങസ്റ്റ് സൈഡ്. ബാക്കിയുള്ള ഈ 2 സൈഡ്സ് നമ്മൾ എന്താ പറയുക? പെർപെൻഡിക്കുലർ സൈഡ്സ് എന്നാ പറയുക. പെർപെൻഡിക്കുലർ സൈഡ്സ്. ഈ പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ ലെങ്ത്തും ഹൈപ്പോട്ടന്യൂസിന്റെ ലെങ്ത്തും തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് റിലേറ്റ് ചെയ്യാം. അതെങ്ങനെയാണ് വരാൻ നോക്കാം. ഇതാണ് ഒരു പെർപെൻഡിക്കുലർ സൈഡ് AB. രണ്ടാമത്തെ പെർപെൻഡിക്കുലർ സൈഡ് BC ഉണ്ടോ? ഇതിന്റെ 2ന്റെ ലെങ്ത്, ഹൈപ്പോട്ടന്യൂസിന്റെ പേര് AC. ഈ 3 ലെങ്ത്തുകളെയും കൂടി റിലേറ്റ് ചെയ്യുന്ന തിയറം നോക്കാം. ABയുടെ സ്ക്വയറും BCയുടെ സ്ക്വയറും കൂടി ആഡ് ചെയ്താൽ, ഈ ലെങ്ത്തിന്റെ സ്ക്വയറും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടുന്നതാണ്? ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ. ദിസ് ഈസ് ഈക്വൽ ടു AC സ്ക്വയർ. ABയുടെ സ്ക്വയർ പ്ലസ് BCയുടെ സ്ക്വയർ ഈസ് ഈക്വൽ ടു AC സ്ക്വയർ. ഇതിനാണ് നമ്മൾ എന്ത് പറയാ? പൈതഗോറസ് തിയറം എന്ന് പറയാ.
ഓക്കെ ആണല്ലോ. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ നമുക്ക് ബി സി അറിയാം, എ സി അറിയാം. അപ്പോൾ എന്തായിരിക്കും ഈ ബി സി അറിയാം, നമുക്ക് എ ബി അറിയില്ല. അപ്പോൾ എന്തായിരിക്കും ഈ എ സിൻ്റെ ലെങ്ത് വരിക? എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ നോക്കൂ. അപ്പോൾ എ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു, എ സി സ്ക്വയർ എന്നാണ് ഇതാണ്, എ സിൻ്റെ സ്ക്വയർ ഇസ് ഈക്വൽ എന്താ നമ്മൾ പറഞ്ഞത്? എ ബി സ്ക്വയർ എന്നാണ്, എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. എ ബിൻ്റെ സ്ക്വയർ എത്രയാ? എ ബി എത്രയാ? എ ബി 1 ആണ്. അപ്പോൾ 1ന്റെ സ്ക്വയർ പ്ലസ് ബി സി എത്രയാണ്? ബി സിൻ്റെ ലെങ്ത് 1ന്റെ സ്ക്വയർ. 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. 1ന്റെ സ്ക്വയർ എന്നാൽ 1 തന്നെ, 1 പ്ലസ് 1 എത്ര വരും? 2 വരും. എന്താണ് ഈ 2 എന്ന് പറയുന്നത്? എ സിൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 ആണ്. എ സി സ്ക്വയർ ഈസ് ഈക്വൽ, എ സി എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഈ എ സി എന്ന് പറഞ്ഞ ഈ ലെങ്ത് ഇതിൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ വരിക? 2 ആണ്. ശരിക്കും മനസ്സിലാക്കാം. ഈ ഇങ്ങനെ ഒരു റൈറ്റ് ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാം. 1 സെന്റിമീറ്റർ ഇങ്ങനെ വരയ്ക്കാം. 1 സെന്റിമീറ്റർ 2 സൈഡ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അത് രണ്ടും കൂടി ഇങ്ങനെ യോജിപ്പിച്ച് ഒരു ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതുപോലത്തെ ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടും. ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ട്ന്യൂസിന്റെ ലെങ്ത് ആണ്, ഹൈപ്പോട്ട്ന്യൂസ് ആണ് എ സി. ആ എ സി എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത്തിന്റെ സ്ക്വയർ എത്രയാണ്? സ്ക്വയർ 2 ആണ് കിട്ടിയല്ലോ. സ്ക്വയർ 2 ആണ് കിട്ടി. ഓക്കെ, അവിടെ നിന്ന് കേട്ടോ, സ്ക്വയർ 2. ഇനി നമുക്ക് നോക്കാം. ഇനി ഞാൻ എന്താ വെച്ചാൽ ഇവിടെ ഒരു എന്ത് വരയ്ക്കാണ്? ഒരു സ്ക്വയർ വരയ്ക്കാൻ. ശരിക്കും ശ്രദ്ധിക്കാം. സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതൊരു സൈഡാണല്ലേ. ഇവിടുന്ന് ഈ ലെങ്ത് എത്രയാണ്? അതേ ലെങ്ത്തിൽ എന്ത് ചെയ്യുക? ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ച് നിങ്ങൾ നോക്കേണ്ടത് ഇത് സ്ക്വയർ ആണെന്ന് വിചാരിക്കും. ഒരു സ്ക്വയർ ആണ്. ഈ സ്ക്വയറിന്റെ സ്ക്വയർ വരുമ്പോൾ എന്താ പ്രത്യേകത? സ്ക്വയർ വരുമ്പോൾ ഈ സൈഡും ഈ 4 സൈഡും തരും സെയിം ലെങ്ത് ആയിരിക്കും. അങ്ങനെ സ്ക്വയർ വരച്ചു കണ്ടോ. ഈ ഹൈപ്പോട്ട്ന്യൂസിന്റെ ലെങ്ത്, ഈ ആദ്യം വരച്ച റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ട്ന്യൂസിന്റെ ലെങ്ത് സൈഡ് ആയിട്ട് വരുന്ന രൂപത്തിൽ എന്ത് വരച്ചു? ഒരു സ്ക്വയർ വരച്ചു. ശരിയല്ലേ? ശരിയാണ്. എന്താണ് ഈ സ്ക്വയറിന്റെ ഏരിയ വരിക? ഈ സ്ക്വയറിന്റെ ഏരിയ എന്താ വരിക? സ്ക്വയറിന്റെ ഏരിയ എങ്ങനെ കാണാം? സ്ക്വയറിന്റെ ഏരിയ കാണാൻ സൈഡിന്റെ സ്ക്വയർ ആണല്ലേ. സൈഡ് സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ സൈഡ് എ ആണെങ്കിൽ എ സ്ക്വയർ എന്നാണ് നമ്മൾ. സൈഡിന്റെ സ്ക്വയറിനാണ് നമ്മൾ എന്താ പറയുക? അതിന്റെ ഏരിയ. ശരിയല്ലേ? അപ്പൊ ഈ സ്ക്വയറിന്റെ ഏരിയ എന്തായിരിക്കും വരിക? ഈ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറഞ്ഞാൽ ഈ സൈഡ് അല്ലെങ്കിൽ ഏത് സൈഡ് എടുക്കാം, ആ സൈഡിന്റെ ലെങ്ത് എത്രയാണോ അതിന്റെ സ്ക്വയർ. ശരിയല്ലേ? അപ്പൊ ഇവിടെ സൈഡ് എ സി ആയതുകൊണ്ട് എ സി സ്ക്വയർ ആണ് അതിന്റെ ഏരിയ വരിക. എത്രയാണ്? എ സിന്റെ സ്ക്വയർ ഇവിടെ നമുക്ക് കിട്ടി. എ സി സ്ക്വയർ ഈസിക്കൽ എന്ത് കിട്ടി? 2 എന്ന് കിട്ടിയാണ്. എ സി സ്ക്വയർ 2 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ പറ്റും? ആ സ്ക്വയറിന്റെ ഏരിയ ഈസിക്കൽ എന്ത് വരും? 2 വരും. ഏത് സ്ക്വയറിന്റെ ഏരിയ? ഈ സ്ക്വയറിന്റെ ഏരിയ 2 ആണ്. ഇങ്ങനെ ഒരു സ്ക്വയർ നമുക്ക് വരച്ചൂടെ? ഇങ്ങനൊരു സ്ക്വയർ നമുക്ക് വരയ്ക്കാൻ പറ്റും ആണോ? അപ്പൊ ഈ സ്ക്വയറിന്റെ ഏരിയ എത്രയാണ്? 2 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള 2 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു എന്താണ്? ഒരു സ്ക്വയർ ആണ്. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ ഒന്ന് കേട്ടോ. ഈ ഇവിടെ ഒരു ഇതിന് നമുക്കൊരു പേര് കൊടുക്കാം. ABCDE എന്ന് പറഞ്ഞ ഈ സ്ക്വയറിന്റെ ഏരിയ എത്രയാണ്? 2 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അവിടെ നിന്ന് കേട്ടോ. ഇനി നിങ്ങളിവിടെ നോക്കാം. ഞാൻ ഒരു സ്ക്വയറിന്റെ ഏരിയ വേറൊരു സ്ക്വയർ ആണ്. ആ സ്ക്വയറിന്റെ ഏരിയ ഈസ് ഈക്വൽ ടു 4 ആണ് വിചാരിക്കും. 4 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് വിചാരിക്കാം. ഒരു സ്ക്വയറിന്റെ ഏരിയ 4 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സൈഡ് എത്ര ഉണ്ടാവും? സ്ക്വയറിന്റെ ഏരിയ 4 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ അതിന്റെ ഒരു സൈഡ് എത്ര ഉണ്ടാവും? അങ്ങനെ നമ്മൾ നോക്കാം. ഒരു സ്ക്വയറിന്റെ ഏരിയ, അങ്ങനെ ഈ സ്ക്വയറിന്റെ ഏരിയ 4 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ ഇതിന്റെ ഈ സൈഡിന്റെ ലെങ്ത് എത്ര ഉണ്ടാവും? എങ്ങനെ നമ്മൾ നോക്കുക? ഈ സൈഡിന്റെ സ്ക്വയർ, സൈഡിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ സൈഡ് ഇൻറ്റു സൈഡ് ആണ് എന്ത് വരിക? 4 വരിക. ശരിയല്ലേ? നമുക്കറിയാം ഇങ്ങനെയാണ്. ഏരിയ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എ എന്നാണ്. എ എന്നാണ് സൈഡ്. എ ഇൻറ്റു ഒരു നമ്പർ അതേ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ ഏരിയ കിട്ടും. അങ്ങനെ കേട്ടോ. അപ്പോൾ ഏരിയ 4 ആണെങ്കിൽ 4 ഈസ് ഈക്വൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 4 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 എന്ന് എഴുതാൻ പറ്റും. ശരിയാണോ? 2 ഇൻറ്റു 2 ആണെന്ന് വരിക, 4 വരിക. ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ ഒരു സൈഡ് എത്ര വരും? ഈ ഒരു സൈഡ് ഇവിടെ 2 ആണ്. ഇത് 2 ആണ് വരിക. 2 ആകുമ്പോൾ എന്താ വരും? 2 ഇൻറ്റു 2 എന്ത് കിട്ടുക? 4 കിട്ടുക. ശരിയാണോ? ശരിയാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? സൈഡ് ഈസ് ഈക്വൽ ടു വരും 2 സെന്റിമീറ്റർ എന്ന് എഴുതാൻ പറ്റും. ശരിയല്ലേ? ഇവിടെ നോക്കൂ. ഒരു സ്ക്വയർ ആകുമ്പോൾ കൊണ്ട് പറ്റും. ഈ സ്ക്വയറിന്റെ ഏരിയ 9 ആണ്. 9 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ ഏരിയ. ശരിക്കും ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞ നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ. ഈ സ്ക്വയറിന്റെ ഏരിയ 9 ആണ്. 9 ആണെങ്കിൽ ഇതിന്റെ ഒരു സൈഡ് എത്ര വരും? ഇത് സ്ക്വയർ ആണ്. എല്ലാ സൈഡും ഈക്വൽ ആണ്. അപ്പോൾ അതിന്റെ സൈഡ് എത്ര വരും? ഇവിടെ നോക്കൂ. 9 ക്യാൻ ബി റിട്ടൺ ആസ് 9 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 3 കേട്ടോ. ഒരു നമ്പറിനെ സെയിം നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. 3നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3നെ 3 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 9 കിട്ടും. ശരിയല്ലേ? അതുകൊണ്ട് ഇതിങ്ങനെ കിട്ടുന്നത് കൊണ്ട് ഇതിന്റെ ഒരു സൈഡ് എത്ര വരും? ഇതിന്റെ ഒരു സൈഡ് 3 സെന്റിമീറ്റർ ആണ് വരിക കേട്ടോ. ശരിയാണോ? ശരിയാണ്. ഈ വേറൊരു സ്ക്വയർ എടുത്തു. ആ സ്ക്വയറിന്റെ ഏരിയ 25 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. 25 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ അതിന്റെ ഒരു സൈഡ് എത്ര വരും?
25 ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 5 ആണ്. 5 എന്ന് പറഞ്ഞ നമ്പറിനെ വേറെ അതേ 5 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 25 കിട്ടുന്നുണ്ട്. ദർഫോർ 25 സെന്റിമീറ്റർ സ്ക്വയർ ഉള്ള ഏരിയ ഉള്ള ഒരു സ്ക്വയറിന്റെ സൈഡ് എത്ര വരിക? 5 സെന്റിമീറ്റർ ആണ് ഇത് വരിക. സൈഡ് ഈസ് ഈക്വൽ ടു വരിക. ശരിയല്ലേ? സൈഡ് ഈക്വൽ ടു 5 വരും. ശരിയാണ് അല്ലേ? അപ്പൊ ഞാൻ ഏരിയ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ സൈഡ് എത്ര എന്ന് പറഞ്ഞൂടെ? പറയാൻ പറ്റും. ഒരൊറ്റ എക്സാമ്പിൾ നോക്കൂ. ഒരു സ്ക്വയറിന്റെ സൈഡ് 100 ആണ്. 100 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഒരു സ്ക്വയറിന്റെ സൈഡ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഏരിയ വരുന്നത്, സ്ക്വയറിന്റെ ഏരിയ വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സൈഡ് എത്ര ഉണ്ടാവും? സൈഡ് എത്ര ഉണ്ടാവും? നമ്മൾ എങ്ങനെ നോക്കുക? 100 ക്യാൻ ബി റിട്ടൺ ആസ് 10 ഇൻറ്റു 10. ഒരു നമ്പറിനെ സെയിം നമ്പറോട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്? 100 കിട്ടും. അതായത് 10നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 100 കിട്ടുന്നുണ്ട്. ദർഫോർ ഈ സ്ക്വയറിന്റെ ഈ ഏരിയ ഉള്ള സ്ക്വയറിന്റെ സൈഡ് എത്ര വരും? സൈഡ് ഈസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ ആണ് വരിക. ശരിയല്ലേ? ശരിയാണ്. ഓക്കെ ആണല്ലേ? അപ്പോൾ ഇത് ഓക്കെ. എന്നാലും അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് വരും. നമ്മുടെ നേരത്തെ ഈ ഫിഗറിലേക്ക് വരും. ഈ സ്ക്വയറിന്റെ സൈഡിന്റെ ലെങ്ത് എത്രയായിരിക്കും വരിക? ഈ സ്ക്വയർ, ഇങ്ങനെ ഒരു സ്ക്വയർ ഉണ്ടല്ലോ. ഈ സ്ക്വയറിന്റെ ഏരിയ എത്രയാണ്? 2 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ. 2 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു സ്ക്വയർ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുമോ? വരയ്ക്കാൻ പറ്റും. അതേമാതിരി വരച്ചാൽ മതി. ശരിയല്ലേ? 2 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു സ്ക്വയർ നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട് ബുക്കിൽ എന്ത് ചെയ്യാൻ പറ്റും? വരയ്ക്കാൻ പറ്റും. എങ്ങനെ നിങ്ങൾ വരയ്ക്കും? നിങ്ങൾ സ്കെയിൽ എടുക്കുന്നു, ഒരു 1 സെന്റിമീറ്റർ ലെങ്ത്, 1 സെന്റിമീറ്റർ സ്കെയിലിൽ മെഷർ ലെങ്ത് വരയ്ക്കാം. ശരിയല്ലേ? അതുപോലെ 1 സെന്റിമീറ്റർ എന്ത് വരയ്ക്കും? വേറൊരു ഇത് പെർപെൻഡിക്കുലർ എല്ലാം വരയ്ക്കും. എന്ത് ചെയ്യും? അത് രണ്ടും കൂടി ഇങ്ങനെ ജോയിൻ ചെയ്യും. ഈ ജോയിൻ ചെയ്ത ഈ സൈഡിൽ ഇവിടെ പെർപെൻഡിക്കുലർ വരുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക? ഈ ലെങ്ത് കോമ്പസിലൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഒരു സ്ക്വയർ വരയ്ക്കാം. അങ്ങനെ വരച്ച സ്ക്വയർ ആണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ കാണുന്നത്. ഈ സ്ക്വയറിന്റെ ഏരിയ എത്രയാണ് നിങ്ങൾ പറഞ്ഞു? ഈ സ്ക്വയറിന്റെ ഏരിയ ഇതിൽ ഈ സൈഡിന്റെ സ്ക്വയർ ആണ് വരിക. ഈ സൈഡിന്റെ ലെങ്ത് എത്രയാണ്? 2 ആണ്. AC സ്ക്വയർ ഈക്വൽ 2 ആണ്. ACന്റെ സ്ക്വയർ ഈ സൈഡിന്റെ സ്ക്വയർ ആണ് എന്ത് വരിക? ഇതിന്റെ ഏരിയ വരിക. ആ ACന്റെ സ്ക്വയർ 2 ആണ്. അതുകൊണ്ട് ഈ സ്ക്വയറിന്റെ ഏരിയ എന്താണ് വരിക? 2 സെന്റിമീറ്റർ സ്ക്വയർ ആണ് വരിക. ഇനി നിങ്ങൾ പറയൂ, ഈ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് ഇത് മെഷർ ചെയ്ത ഒരു മെഷർമെന്റ് കിട്ടൂലേ? ഇത് മെഷർ ചെയ്താൽ നമുക്ക് അതിന്റെ ലെങ്ത് ഉണ്ട്. ആ ലെങ്ത് എത്രയാണ് നിങ്ങൾ പറഞ്ഞു? ഈ സ്ക്വയറിന്റെ സൈഡിന്റെ ലെങ്ത് എത്രയാണ്? എങ്ങനെയാ ഇപ്പൊ നമ്മളത് നോക്കുക? നിങ്ങൾ പറയും. അപ്പോൾ 2 എന്ന് പറഞ്ഞ നമ്പറാണ്. 2 എന്ന് പറഞ്ഞ നമ്പർ, ഈ നമ്പറിന് ഒരു നമ്പർ ഇൻറ്റു വേറെ നമ്പറാണ്. ഇത് രണ്ടും കൂടി, ഈ നമ്പർ ഈ രണ്ടും സെയിം ആണ്. അപ്പം നേരത്തെ നമുക്ക് 4 കിട്ടിയപ്പോൾ 4 = 2 × 2, രണ്ടും ഒരേ നമ്പർ. രണ്ടും ഒരേ നമ്പർ ആയപ്പോൾ 2 × 2 4 ആയതുകൊണ്ടാണ് സൈഡ് നമ്മൾ എന്ത് പറയുക? 2 പറഞ്ഞത്. ശരിയല്ലേ? 9 വന്നപ്പോൾ നമ്മളൊരു 3 × 3 ആണോ? ഇവിടെ രണ്ടും ഒരു സെയിം നമ്പർ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 9 ഉണ്ട്. അപ്പോൾ സൈഡ് ഈക്വൽ 3 വരും. അങ്ങനെയാണെങ്കിൽ ഏരിയ 2 ആണ്. 2 ആണെങ്കിൽ ഒരു നമ്പർ ഇൻറ്റു സെയിം നമ്പർ, ഇവിടെ ഇത് അതേ നമ്പറിന് ഇവിടെ ഇൻറ്റു എന്ത് കിട്ടണം? 2 കിട്ടണം. ഏതായിരിക്കും ഈ നമ്പർ? ഇവിടെ എഴുതണം ഈ നമ്പർ, ഇവിടെ ഉള്ള നമ്പർ, ഈ നമ്പർ എത്രയെന്നല്ല, എത്രയാണ് അതേ നമ്പറോട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടുക? 2 കിട്ടുക. നിങ്ങൾ ആലോചിച്ച് പറയും. ഏത് നമ്പറിനെ അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് എന്ത് ചെയ്യുക? 2 കിട്ടുക. നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്കൊരു 1 × 1 എന്ന് പറയുന്നത് വരിക 1 ആണ് വരിക. ഇവിടെ 2 അല്ലേ? അപ്പോൾ 1-നേക്കാൾ വലിയ നമ്പറാണ് ഇവിടെ വരേണ്ടത്. ശരിയല്ലേ? നമ്മളിവിടെ 2 കൊടുത്തു നോക്കുക. 2 × 2 ആണ് കൊടുത്തത്. 2 × 2 കൊടുത്താൽ 4 വരും. ഇവിടെ 4 ഇല്ല. 4 ഉണ്ടോ? 4 ഇല്ല. എന്താ ഇതിന്റെ അർത്ഥം? അപ്പോൾ ഇവിടെ എഴുതേണ്ട നമ്പർ എന്താണ്? 1-ന്റെയും 2-ന്റെയും ഇൻ ബിറ്റ്വീനിലുള്ള ഒരു നമ്പറാണ്. പറഞ്ഞ മനസ്സിലുണ്ടോ? 1 × 1 എഴുതിയാൽ 1 വരുള്ളൂ. 2 × 2 എഴുതിയാൽ എന്തായി? ഇവിടെ 4 ആയി കഴിഞ്ഞാൽ എന്തായി? 2 എഴുതി കഴിഞ്ഞാൽ അത് നമുക്ക് 2 അല്ലേ ഉള്ളൂ. അപ്പോൾ 2 എടുക്കാൻ പറ്റില്ല. അപ്പൊ 2-നേക്കാൾ ചെറുത് 1-നേക്കാൾ വലുത്. അപ്പൊ 2-ന്റെയും 1-ന്റെയും ഇൻ ബിറ്റ്വീനിൽ ഇടയിൽ വരുന്ന ഒരു നമ്പറാണ് അവിടെ വരേണ്ടത്, ഇവിടെ വരേണ്ടത്. ശരിയല്ലേ? അപ്പൊ നാം നോക്കട്ടോ, നമുക്കൊരു 1.5 എടുത്ത് നോക്കാം. 1.5 എടുത്ത് നോക്കാം. 1.5 എന്ന് പറഞ്ഞ നമ്പർ ഇവിടെ വരേണ്ട നമ്പർ നമ്മൾ ആലോചിക്കുക. 1.5 × 1.5 എന്താ കിട്ടുക അറിയോ? അത് 2.25 ആയിട്ടാണ്. ഇത് രണ്ടോട് മൾട്ടിപ്ലൈ ചെയ്താൽ 2.25. നമുക്ക് 2 അല്ല കിട്ടുന്നുണ്ട്. അപ്പോൾ 1.5 അല്ല. അപ്പോൾ 1.5-നേക്കാൾ വലിയ നമ്പറാണോ 1.5-നേക്കാൾ ചെറിയ നമ്പറാണോ ഇവിടെ വരേണ്ടത്? പറയും. 1.5 എടുത്തപ്പോൾ 2.25 വന്നു. അപ്പം ഇവിടെ ഇതിനേക്കാൾ വലുതല്ല ഇവിടെ. അപ്പോൾ ഇത് ചെറുതാക്കണം. ചെറുതാക്കുമ്പോൾ ഇത് ചെറുതാവുള്ളൂ. ശരിയല്ലേ? അപ്പോൾ 1.5-നേക്കാളും ചെറിയ നമ്പറാണ്. എന്നാൽ ഞാൻ 1.2 എടുത്ത് നോക്കുക. 1.2 × 1.2 എന്താ കിട്ടുക അറിയോ? 1.44 കിട്ടുള്ളൂ. കാരണം 12-ന്റെ സ്ക്വയർ 144 ഉണ്ടാവും. അപ്പോൾ ഇത് ഇവിടെ 2 ഉണ്ട്. ഇത് കുറഞ്ഞു പോയി. എന്നാൽ 1.3 എടുത്ത് നോക്കുക. 1.3 × 1.3 അത് 1.69 കിട്ടുക. എന്നെക്കാൾ കൂടുതലല്ലേ? അപ്പോൾ 1.3 പോരാ. ഇനി എത്ര എടുക്കണം? നമ്മൾ 1.4 എടുത്ത് നോക്കാം.
1.4 എടുത്തു കഴിഞ്ഞാൽ 1.4 ഇൻറ്റു 1.4 ഈസ് ഈക്വൽ ടു 1.96 ആവില്ല. 1.96 കണ്ടോ, 1.96 ആണ് ഇതിൻ്റെ ഒപ്പം ഏകദേശം എടുത്തെത്തിയാണ് 1.96 ഒന്നും പിന്നെ 96 ആയി ഇവിടെ കണ്ടോ. അപ്പോൾ 1.4 മൾട്ടിപ്ലിക്കേഷൻ ഇതേ കിട്ടും. നമുക്ക് 2 കിട്ടണ്ടേ, കറക്റ്റ് 2 കിട്ടണം. നമുക്കിങ്ങനെ ഏകദേശം കിട്ടിയാൽ പോരാ, കറക്റ്റ് 2 കിട്ടണം. 2 കിട്ടുന്ന നമ്പർ ഏതാണെന്നാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? ഓക്കെ. അപ്പോൾ 1.4 ഇവിടെ എടുത്തെത്തിട്ടോ. ഞാൻ വായിക്കാം, അവിടെ നോക്കാം. 1.4 ഇൻറ്റു 1.4 ഈസ് ഈക്വൽ ടു 1.96 കിട്ടും. ഇത്ര എത്തിയാണ്ടില്ല, ഇത്ര എത്തി. ഇനി 1.5 എടുത്താൽ എന്തായി, അത് 2ന്റെ പുറത്ത് അത് എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ എന്താ എടുക്കുക, 1.41 എടുക്കണം. 1.41 ഇൻറ്റു 1.41 എടുത്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടില്ല, 1.98 അല്ലെങ്കിൽ 99 ഒക്കെ കിട്ടും. നമുക്ക് എന്ത് കിട്ടും, നമുക്ക് 2 കിട്ടണ്ടേ, കറക്റ്റ് 2 കിട്ടണ്ടേ, 2 കിട്ടണം. ഇങ്ങനെ 1.4 1.42 എടുത്ത് നോക്കുക, അല്ലെങ്കിൽ 1.413 എടുക്കുക, 1.414 എടുക്കുക. അങ്ങനെ ഏത് നമ്പർ നിങ്ങളെടുത്ത് മൾട്ടിപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് എന്ത് കിട്ടൂല, നിങ്ങൾക്ക് ഒരിക്കലും എന്ത് കിട്ടൂല, കറക്റ്റായിട്ട് 2 എന്ന് പറയുന്ന നമ്പർ ഒരിക്കലും എന്ത് ചെയ്യൂല, കിട്ടൂല. പറഞ്ഞു മനസ്സിലാണോ എന്താ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം? നിങ്ങളിവിടെ ഒരു നമ്പറിനെ സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്, ഒരു നമ്പറിനെ സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി ഏത് നമ്പർ എടുത്തിട്ട് നിങ്ങൾ ട്രൈ ചെയ്താലും എന്ത് ചെയ്യൂല, നിങ്ങൾക്ക് ഒരിക്കലും എന്ത് കിട്ടൂല, 2 എന്ന് പറയുന്ന നമ്പർ കിട്ടൂല. യു കനോട്ട് ഫൈൻഡ് എ നമ്പർ വിച്ച് വെൻ മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ് സെൽഫ് ഗീവ്സ് 2. ഒരു നമ്പറിനെ സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 കിട്ടുന്ന ഒരു നമ്പർ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടുപിടിക്കാൻ പറ്റൂല. കറക്റ്റ് കിട്ടണം, 2 കിട്ടണം, അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്താ അപ്പം അതിൻ്റെ മീനിങ്? അപ്പോൾ ഈ 2 എന്ന് പറഞ്ഞ ഈ നമ്പർ, 2 എന്ന് പറഞ്ഞ നമ്പർ എന്തല്ല, ഒരു നമ്പറിൻ്റെയും സ്ക്വയർ അല്ല എന്നാണ് അർത്ഥം. 2 ഈസ് നോട്ട് എ സ്ക്വയർ ഓഫ് എനി ഫ്രാക്ഷൻ. ഒരു ഫ്രാക്ഷൻ്റെയും സ്ക്വയർ അല്ല എന്ത്, 2. നമ്മൾ ഫ്രാക്ഷൻ എന്ന് പറയുന്ന കാരണം നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ നമ്പേഴ്സിനെ നമുക്ക് ഫ്രാക്ഷണൽ P/Q എന്നുള്ള രൂപത്തിൽ എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ നമ്പർ എന്നുള്ള ഒരു ഫ്രാക്ഷൻ അങ്ങനെയാണ് പറയേണ്ടത്. ഫ്രാക്ഷൻ അപ്പോൾ എല്ലാ നമ്പറുകളും ഫ്രാക്ഷൻസ് ആണ് ശരിക്കും. 3 എന്ന നമ്പർ 3/1 ആണ്, 0 എന്ന് പറഞ്ഞാൽ 0/1 ആണ്. ശരിയല്ലേ? അതുകൊണ്ടാണ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടോ, ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, 2 ഈസ് നോട്ട് ദ സ്ക്വയർ ഓഫ് എനി ഫ്രാക്ഷൻ. ഒരു ഫ്രാക്ഷൻ്റെയും സ്ക്വയർ അല്ല എന്ത്, 2. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് ആ 2ന്റെ പ്രത്യേകത. അപ്പോൾ ഇവിടെ നോക്കൂ, 2 എന്ന് പറഞ്ഞ നമ്പർ ഒരു നമ്പറിന് സ്ക്വയർ അല്ലെങ്കിൽ ഇതിൻ്റെ സൈഡിനെ നമ്മൾ എങ്ങനെ എഴുതും? നിങ്ങൾ ഇതുവരെ പഠിച്ച ഒരു നമ്പർ ഉപയോഗിച്ച് ഇതിൻ്റെ സൈഡിനെ എഴുതാൻ പറ്റില്ല. ഇപ്പോൾ AC നടക്കുക, ഇതിന് ഇവിടെ ഒരു ലെങ്ത് ഉണ്ടല്ലോ, ഇതൊരു ലെങ്ത് ഉണ്ടല്ലോ, ആ ലെങ്ത് എത്രയെന്ന് ചോദിച്ചാൽ എങ്ങനെ എഴുതുക? ഈ ഇങ്ങനെ സ്ക്വയർ വരച്ചാൽ ആ സ്ക്വയറിൻ്റെ ലെങ്ത് എത്രയാണ് എന്ന് ചോദിക്കണം. അവിടെയാണ് ആ പോയിന്റ് മനസ്സിലാക്കേണ്ട. അവിടെയാണ് 2 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരച്ചു. അങ്ങനെ സ്ക്വയർ വരച്ചു, ഇതിന്റെ ഏരിയ 2 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അതിന്റെ സൈഡ് എത്രയാണ്? ഇതൊരു ലെങ്ത് ഉണ്ട്, ഈ സൈഡ് ഒരു ലെങ്ത് ഉണ്ടല്ലോ, ഇതൊരു ലെങ്ത് ഉണ്ടല്ലോ. ഈ ലെങ്ത് മെഷർ ചെയ്തിട്ട് ഇത് എത്ര ഉണ്ടെന്ന് ചോദിച്ചിട്ട് എഴുതാൻ പറയണമെങ്കിൽ നമുക്ക് എന്തില്ല, നമുക്ക് പറയാൻ നമ്പേഴ്സ് ഇല്ല. പറഞ്ഞോ, നമുക്ക് ഹോൾ നമ്പർ ഉപയോഗിച്ചോ നമ്മൾ പോയി ഡെസിമൽ നമ്പർ ഒരു നമ്പർ ഉപയോഗിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത്. കാരണം 2 എന്ന് പറയുന്നത് എന്തല്ല, ഒരു നമ്പർ നമ്മൾ ഇതുവരെ പഠിച്ച ഒരു നമ്പറിന്റെ എന്തല്ല, സ്ക്വയർ അല്ല. ഒരു നമ്പറിന്റെ സ്ക്വയർ അല്ലാത്തതുകൊണ്ട് 2 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു സ്ക്വയറിന്റെ ഒരു സൈഡ് എത്രയെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ, അതിന് വേണ്ട നമ്പർ നമ്മൾ പഠിച്ചിട്ട് അത് പറയാൻ നമുക്ക് അറിയില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? ഇങ്ങനൊരു ലെങ്ത് ഉണ്ട്, ആ ലെങ്ത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ എന്തില്ല, മാർഗം ഇല്ല. അതേപോലെ തന്നെയാണ് 3ന്റെ കേസും. 3 ഒരു സ്ക്വയർ നമ്മൾ വരച്ചു വിചാരിക്കാം, ഒരു സ്ക്വയർ വരച്ചപ്പോൾ ആ സ്ക്വയറിന്റെ ഏരിയ 3 സെന്റിമീറ്റർ സ്ക്വയർ. 3 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു സ്ക്വയർ. ഈ സ്ക്വയറിന്റെ ഒരു സൈഡ് എത്ര ഉണ്ടാവും? ഒരു സൈഡ് എത്ര ഉണ്ടാവും നമ്മൾ എങ്ങനെ നോക്കാം? 3 കിട്ടണം നമുക്ക്. ഒരു നമ്പർ ഇൻറ്റു സെയിം നമ്പർ, ഇത് രണ്ട് സെയിം നമ്പർ, ഒരു നമ്പർ ഇൻറ്റു സെയിം നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 കിട്ടണം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ സൈഡ് വരിക. പറഞ്ഞ സൈഡ്. അപ്പോൾ ഇങ്ങനെ ഒരു നമ്പറിനെ സെയിം നമ്പറോട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല, ഒരിക്കലും നിങ്ങൾക്ക് എന്ത് കിട്ടില്ല, 3 കിട്ടില്ല. എന്താ അതിന്റെ അർത്ഥം? 3 ഈസ് നോട്ട് ദ സ്ക്വയർ ഓഫ് എനി ഫ്രാക്ഷൻ. ഒരു ഫ്രാക്ഷന്റെയും സ്ക്വയർ അല്ല എന്ത്, 3. പറഞ്ഞോ? സിമിലർലി 5 എടുത്ത് നോക്കൂ. 5 എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നമ്പർ ഇൻറ്റു സെയിം നമ്പർ നമുക്ക് 5 കിട്ടുമോ? 5 കിട്ടൂല. 5 എന്ന് പറഞ്ഞ നമ്പർ എന്തല്ല, 5 ഈസ് നോട്ട് ദ സ്ക്വയർ ഓഫ് എനി ഫ്രാക്ഷൻ. 5 എന്തല്ല, ഒരു ഫ്രാക്ഷന്റെയും സ്ക്വയർ അല്ല. അപ്പൊ ഇങ്ങനത്തെ കുറെ നമ്പേഴ്സ് ഉണ്ട്. പക്ഷെ 4 ആയാൽ കുഴപ്പമില്ല. 4 ആണെങ്കിൽ നമുക്ക് ഇത് 2 × 2 എന്ന് പറഞ്ഞ നമ്പറിന്റെ സ്ക്വയർ ആണെന്ത്, 4. നമ്മൾ പഠിച്ച നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് സൈഡ് 2 എന്ന് എഴുതാൻ പറ്റും. കണ്ടോ? അപ്പൊ ഈ 5 സെന്റിമീറ്റർ സ്ക്വയർ, 3 സെന്റിമീറ്റർ സ്ക്വയർ, 2 സെന്റിമീറ്റർ സ്ക്വയർ ഒക്കെ ഏരിയ വരുന്ന സ്ക്വയറുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ
ആ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഉണ്ട്. അതിന്റെ ലെങ്ത് ഉണ്ടല്ലോ, ഉണ്ട്. ആ ലെങ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ, ലെങ്ത് എഴുതാൻ, റെപ്രസെന്റ് ചെയ്യാൻ എന്തില്ല, നമ്പേഴ്സ് ഇല്ല. ആണോ? ഇതുവരെ നമ്മൾ പഠിച്ച ഒരു നമ്പർ ഉപയോഗിച്ചും അതിന്റെ സൈഡ് എത്രയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ എ സിന്റെ ലെങ്ത് എത്ര നിങ്ങൾ പറയും, എ സിന്റെ ലെങ്ത് എത്രയെന്ന് അറിയാം, പറയാൻ പറ്റുമോ? എ സിന്റെ സ്ക്വയർ 2 ആണ്. എ സി സ്ക്വയർ ഈക്വൽ ടു 2 ആണ്. എ സി സ്ക്വയർ ഈക്വൽ ടു 2 ആണ്. ബട്ട് വാട്ട് ഈസ് എ സി? എ സിന്റെ ലെങ്ത് എത്ര, എങ്ങനെ നമ്മൾ പറയാൻ പറ്റില്ല. അതായത് എന്താ കാരണം, സ്ക്വയർ എടുത്താൽ 2 കിട്ടുന്ന ഒരു നമ്പർ ഒന്നില്ല, നിലവിലില്ല. അതുകൊണ്ട് എ സിന്റെ സ്ക്വയർ 2 ആണെങ്കിൽ എ സി എത്ര നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ പിന്നെ എങ്ങനെ നമ്മൾ എ സിന്റെ ലെങ്ത് നമുക്ക് പറയണ്ടേ? നമുക്ക് എന്തെങ്കിലും കാൽക്കുലേഷൻ ഒക്കെ ചെയ്യുമ്പോൾ എ സിന്റെ ലെങ്ത് എഴുതണമല്ലോ. അത് എഴുതാൻ വേണ്ടി ഇവിടെ നോക്കാൻ എന്താ ചെയ്യുക, അപ്പോൾ എ സി സ്ക്വയർ ഈക്വൽ ടു, ഇവിടെ നോക്കട്ടോ, എ സി സ്ക്വയർ ഈക്വൽ ടു 2 ആണെങ്കിൽ എ സി ഇസ് ഈക്വൽ ടു, നമ്മൾ എന്താ എഴുതാറോ, എ സി ഇസ് ഈക്വൽ ടു ഇതിന്റെ റൂട്ടാണ്. അപ്പോൾ ആ റൂട്ട് ഇട്ടിട്ട് റൂട്ട് ഇങ്ങനെ എഴുതും, റൂട്ട് 2 എന്ന് എഴുതും. ഈ നമ്പറിന്റെ 2 എന്ന് പറഞ്ഞ നമ്പറിന്റെ റൂട്ട് നമ്മൾ പഠിച്ചാണ്ടല്ലോ, 2 എന്ന് പറഞ്ഞ നമ്പറിന്റെ റൂട്ട്. ആ റൂട്ട് എത്രയാണ്? ആ റൂട്ടായിട്ട് ഒരു നമ്പർ ഇല്ല, കൃത്യമായിട്ട് നമ്പർ ഇല്ല. ആ നമ്പറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന്റെ റൂട്ടായിട്ട് വരുന്ന നമ്പർ ഏതാണോ ആ നമ്പറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ നമ്പർ നമുക്ക് എഴുതാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തോളൂ, ഇങ്ങനെ എഴുതുള്ളൂ. അതിന്റെ വാല്യൂ എ സിന്റെ ലെങ്ത് എത്ര എഴുതുക, റൂട്ട് 2 എന്നാണ് എഴുതുക, റൂട്ട് 2 എന്നാണ് എഴുതുക. അങ്ങനെ എഴുതും. അപ്പൊ ഇതെന്താ ശരിക്കും ഇതിന്റെ വാല്യൂ എത്ര? ഇതിന്റെ നമ്മൾ റൂട്ട് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈ ലെങ്ത് ആണ്. ആ ലെങ്ത് എഴുതാൻ നമ്മൾ ഇതുവരെ പഠിച്ച നമ്പറുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അത് എങ്ങനെ എഴുതുന്നു, അത് റൂട്ട് 2 എന്ന് എഴുതുക, അങ്ങനെ എഴുതാം. ആണോ? ശരിക്കും റൂട്ട് 2 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ഒരു നമ്പർ, ഇതിന്റെ ലെങ്തിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു നമ്പർ ഉണ്ട്. ആ നമ്പറിനെ നമ്മൾ എങ്ങനെ എഴുതാണ്, റൂട്ട് 2 എന്ന് എഴുതാം. അതേപോലെ 3 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു സ്ക്വയർ, ആ സ്ക്വയറിന്റെ സൈഡിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, റൂട്ട് 3 എന്ന് എഴുതിയാൽ മതി. ഇതാണ് ഇത് വരാം. പറഞ്ഞോ, 5 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള സ്ക്വയറിന്റെ സൈഡ് ആണെങ്കിൽ അങ്ങനെ എഴുതും നമ്മള്. അതിനെ റൂട്ട്, അവിടെ നോക്കാം, ഇതിന്റെ ഏരിയ 3 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ 3 സെന്റിമീറ്റർ സ്ക്വയർ എന്താ എഴുതാൻ പറ്റും, റൂട്ട് 3 എന്ന് എഴുതാം. 5 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ 5 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ ഏരിയ എങ്കിൽ ഇതിന്റെ സൈഡ് നമുക്ക് റൂട്ട് 5 എന്ന് എഴുതാം. അങ്ങനെ എഴുതാം. 2 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ സ്ക്വയറിന്റെ ഏരിയ 2 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ ഇതിന്റെ സൈഡ് നമുക്ക് എന്ത് ചെയ്താൽ റൂട്ട് 2 എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ എഴുതാൻ പറ്റും. അങ്ങനെ എഴുതി കൊടുത്താൽ. അത് 4 ആണെങ്കിലോ, 4 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിലോ, 4 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയെങ്കിലോ റൂട്ട് 4 എന്ന് എഴുതും. റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2 ആണ്, നമുക്കറിയാം അത് 2 ആണ്. അപ്പോൾ അത് ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല, ഇങ്ങനെ എഴുതിയാൽ മതി. ഇവിടുത്തെ കേസിൽ എന്താണ്, ഇവിടെ നമുക്ക് ഒരു ഹോൾ നമ്പർ കിട്ടിയില്ല, ഒരു ഇൻറ്റിജർ കിട്ടിയില്ല, കണ്ടോ? പക്ഷെ ഇവിടെ കിട്ടി, ഇവിടെ നമ്പർ അറിയാം, റൂട്ട് 5 ഇങ്ങനെ തന്നെ എഴുതാൻ പറ്റും, റൂട്ട് 2, റൂട്ട് 3 ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് റൂട്ട് 2, റൂട്ട് 3, റൂട്ട് 5 ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്നത്, ഒരു നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാം. ഒരു നമ്പർ ഉണ്ട് അങ്ങനത്തെ, ആ നമ്പർ നമുക്ക് എഴുതാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എങ്ങനെ എഴുതാണ്, ഇങ്ങനെ എഴുതാം, റൂട്ട് എഴുതാം. പറഞ്ഞോ, ഈ നമ്പറുകളാണ് നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാനുള്ള, ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ന്യൂ നമ്പേഴ്സ് എന്ന് പറയുന്നത്. പറഞ്ഞാലോ, റൂട്ട് 2, റൂട്ട് 3, റൂട്ട് 5, റൂട്ട് 6, റൂട്ട് 7 എന്ന് പറഞ്ഞ നമ്പർ. ആ നമ്പറുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരു ഫ്രാക്ഷൻ ആയിട്ട് നമ്മൾ ഇതുവരെ പഠിച്ച ഒരു ഫ്രാക്ഷൻ രൂപത്തിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, എഴുതാൻ പറ്റൂല. പറഞ്ഞാലോ, അങ്ങനെയുള്ള ഈ നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇതാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാനുള്ള ന്യൂ നമ്പേഴ്സ്. ഈ നമ്പേഴ്സിന് ഒരു പേരുണ്ട്. അതായത് ന്യൂ നമ്പേഴ്സ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേരെങ്കിൽ ഈ നമ്പേഴ്സിന്റെ ഒരു പ്രത്യേക പേരുണ്ട്. എന്താണ് പേര് എന്നറിയോ? നമ്മൾ ആദ്യം പഠിച്ച നമ്പേഴ്സിനൊക്കെ നമ്മൾ എന്തേത് പേര് പറഞ്ഞിരുന്നു, ആദ്യം പഠിച്ച എല്ലാ നമ്പേഴ്സിനെയും കൂടി ചേർത്ത് റേഷണൽ നമ്പേഴ്സ് എന്ന് പറയും. നമ്മൾ പറഞ്ഞല്ലോ റേഷണൽ നമ്പേഴ്സ്. ഈ നമ്പേഴ്സിന് റൂട്ട് 2, റൂട്ട് 3, റൂട്ട് 5 എന്നുള്ള ഈ തരം നമ്പേഴ്സിനെ ഇറേഷണൽ നമ്പേഴ്സ് എന്നാണ് പറയാ. റേഷണൽ അല്ലാത്തത് ഉണ്ടോ, റേഷണൽ നമ്മൾ പഠിച്ചു, അതല്ലാത്തത് ഇറേഷണൽ നമ്പേഴ്സ്. ഈ ന്യൂ നമ്പേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് നമ്പേഴ്സ് ആണ്, ഇറേഷണൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ച നമ്പേഴ്സ്, ഇപ്പൊ പുതിയ നമ്പേഴ്സിന്റെ പേരെന്താണ്, ഇറേഷണൽ നമ്പേഴ്സ് അല്ലേ? അപ്പൊ മനസ്സിലായല്ലോ എന്താണെന്ന് അല്ലേ? റൂട്ട് 2, റൂട്ട് 3, റൂട്ട് 5 എന്താണ് ഇതുകൊണ്ടൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലായില്ല. ഓരോ ലെങ്ത് ഉണ്ട്, ശരിക്കും ലെങ്ത് ഉണ്ട്. ആ ലെങ്ത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് എത്രയെന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കൃത്യമായിട്ട് പറയാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെങ്ങനെ എഴുതും, ഇങ്ങനെ എഴുതും. അപ്പൊ എവിടെയാണ് ആ സാഹചര്യം മനസ്സിലായല്ലോ? ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറയാം, ജനറൽ ആയിട്ട് ഇങ്ങനെ പറയാം, ഒരു സ്ക്വയർ ഉണ്ടോ, ഈ സ്ക്വയറിന്റെ ഏരിയ എക്സ് ആണ് ഇരിക്കുക, എക്സ് സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇരിക്കുക, എക്സ് സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു സ്ക്വയർ. ഈ സ്ക്വയറിന് ഒരു സൈഡ് ഉണ്ടല്ലോ, സൈഡ്. അപ്പൊ ഇവിടെ ലെങ്ത് ഉണ്ട്. ഈ സൈഡിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, റൂട്ട് എക്സ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. എക്സ് സെന്റിമീറ്റർ സ്ക്വയർ സൈഡുള്ള ഒരു സ്ക്വയറിന്റെ എക്സ് സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു സ്ക്വയറിന്റെ സൈഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൂട്ട് എക്സ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെ എഴുതാം.
ചില കേസിൽ ഈ റൂട്ട് എക്സ് എന്താവും, ചില കേസിൽ ഈ റൂട്ട് എക്സ് ഇസിക്കൽ എന്തായിരിക്കും, ഒരു ഹോൾ നമ്പർ വരും, ഒരു ഇൻറ്റിജർ വരും. ഇപ്പോൾ നേരത്തെ ഇപ്പോൾ റൂട്ട് 4 ഈക്വൽ എന്താ വരിക, 2 വരിക. റൂട്ട് 9 വന്നു കഴിഞ്ഞാൽ എന്താ വരും, അത് 3 ആണ് വരിക. റൂട്ട് 25 എന്ന് വന്നു കഴിഞ്ഞാൽ എന്താ വരിക, അത് 5 ആണ്. ഇങ്ങനെ വരും, ചില കേസിൽ വരും. പക്ഷേ ചില കേസിൽ എന്ത് ചെയ്യില്ല, ചില കേസിൽ അതിൻ്റെ വാല്യൂ നമുക്ക് പറയാൻ പറ്റില്ല. അതായത് റൂട്ട് 2, റൂട്ട് 3 ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് എത്രയാണ്, ഇത് എത്രയാണ് നമ്മൾ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുക, നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറിയോ, കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഈ റൂട്ട് 2ന്റെ വാല്യൂ കൃത്യമായിട്ട് പറയാൻ പറ്റും. നമ്മൾ അതിന് ഏകദേശം അതിൻ്റെ എത്ര വാല്യൂസ് നമ്മൾ പറയും. അതായത് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചില്ലേ, അതായത് ഫ്രാക്ഷൻസിനെ ഡെസിമൽ ഫോമിൽ എഴുതുമ്പോൾ 1/3 ഡെസിമൽ ഫോമിൽ എഴുതുമ്പോൾ എന്ത് ചെയ്യും, ഈ 1/3 വളരെ അടുത്തടുത്ത് വരുന്ന ഇതിന് പറഞ്ഞത്. അതേപോലെ ഈ റൂട്ട് 2ന്റെ വാല്യൂ, ഈ റൂട്ട് 3ന്റെ വാല്യൂ ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എഴുതാൻ പറ്റില്ല. അത് എഴുതാൻ ഒരിക്കലും പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കാൽക്കുലേഷനിൽ ഇതിൻ്റെ ഒക്കെ അപ്രോക്സിമേറ്റ് വാല്യൂസ് ആണ് എടുക്കുക. മനസ്സിലായാലോ, എന്താ പറയുക, അപ്രോക്സിമേറ്റ് വാല്യൂസ് ആണ് ഇതിൻ്റെ വളരെ അടുത്ത് വരുന്ന വാല്യൂസ്. പറഞ്ഞാലോ, അപ്പോൾ റൂട്ട് 2ന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് 1.414 ആണ്. 1.4 എന്ന് വേണമെങ്കിൽ എടുക്കാം. ഒരു ഡെസിമൽ പ്ലേസ് എടുത്താൽ 1.4 എടുത്താൽ മതി. ഇങ്ങനെ എടുക്കും. 1.4ന്റെ സ്ക്വയർ എന്തല്ല, 2 അല്ല. 1.4ന്റെ സ്ക്വയർ 2 അല്ല. 1. എത്ര വരിക, 1.96 വരുന്നുണ്ട്, അത് 2 അല്ല. പക്ഷെ ഏകദേശം നിലനിൽക്കുന്ന എടുക്കുകയാണ്. ഒരു ഇതുകൂടി എഴുതാൻ 1.41 എഴുതും, 2 ഡെസിമൽ പ്ലേസ് എടുക്കുകയാണെങ്കിൽ. ഒരു പ്ലേസ് കൂടി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 1.414 വരും. ഇതിന്റെ എന്തല്ല ശരിക്കും, ഇതിന്റെ സ്ക്വയർ എന്തല്ല, കറക്റ്റ് 2 ഒരിക്കലും കിട്ടൂല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താണ്, അപ്രോക്സിമേറ്റ് വാല്യൂ എടുത്തെടുക്കും. 1.414 ഇത് പഠിച്ചു വെക്കാം. റൂട്ട് 2ന്റെ അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയതുകൊണ്ട് ഇത് എന്ത് ചെയ്യുക, ഈ ഈക്വൽ ഇങ്ങനെ എഴുതാൻ പറ്റില്ല കേട്ടോ. ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്താലോ, ഇത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താണ്, ഇത് കറക്റ്റ് ഈക്വൽ ആണെന്നോ. അപ്പോൾ നമ്മൾ എഴുതേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ, ഇതിനിങ്ങനെ ഒരു വേവ് ആക്കി ഇങ്ങനെ എഴുതണം. ഇതിന്റെ മീനിങ് എന്താണ്, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ. റൂട്ട് 2 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.414 എന്ന് പറഞ്ഞാൽ റൂട്ട് 2ന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ 1.414 ആണ്. അപ്പോൾ ഒരു സ്ക്വയറിന്റെ സൈഡ്, അങ്ങനെ സ്ക്വയറിന്റെ ഈ സ്ക്വയറിന്റെ ഏരിയ 2 ആണ്. 2 ആണെങ്കിൽ എത്ര വരും, ഇത് ഏകദേശം 1.414 ആണ്. ഏകദേശം പറഞ്ഞാൽ അത്ര വരും. ഇതിന്റെ സ്ക്വയർ എടുത്താൽ കിട്ടും, ഏകദേശം 2 കിട്ടും. കറക്റ്റ് അല്ല, കറക്റ്റ് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എഴുതാൻ പറ്റില്ല. മനസ്സിലായല്ലോ. അപ്പൊ റൂട്ട് 3ന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ, റൂട്ട് 3ന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ 1.732 ആണ്. അപ്പോൾ ഈക്വൽ ചെയ്താൽ പറ്റില്ല 1.732. റൂട്ട് 3 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.732 കേട്ടോ. കാൽക്കുലേഷൻ ഒക്കെ വരുമ്പോൾ ഇങ്ങനത്തെ വാല്യൂ ഇത് രണ്ടും കൂടി, ഈ റൂട്ട് 2ന്റെ റൂട്ട് 3ന്റെ പഠിച്ചു വെക്കും. ബാക്കിയുള്ളതിനൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരും ചിലപ്പോൾ ചെയ്യുമ്പോൾ. അതായത് റൂട്ട് 2ന്റെ 1.414, റൂട്ട് 3യുടെ അപ്രോക്സിമേറ്റ് വാല്യൂ 1.732. പറഞ്ഞു മനസ്സിലായാലോ. ഇനി ചെറിയൊരു കാര്യം കൂടി പറയാനുള്ള ശ്രദ്ധിക്കുക. റൂട്ട് 2ന്റെ സ്ക്വയർ എത്ര വരിക, ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു സ്ക്വയർ, ഇങ്ങനെ സ്ക്വയർ ആണോ, ഇത് സ്ക്വയർ. ഈ സ്ക്വയറിന്റെ ഏരിയ 2 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ, 2 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ ഇതിന്റെ സൈഡിന് നമ്മൾ എന്താ ചെയ്താൽ റൂട്ട് 2 എന്നായി. ഇതിന്റെ സൈഡ് റൂട്ട് 2 ആയിരിക്കും. അങ്ങനെയല്ല പറഞ്ഞേ അല്ലേ. സ്ക്വയറിന്റെ ഏരിയ, ഈ സ്ക്വയറിന്റെ ഏരിയ 3 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ ഇതിന്റെ സൈഡ് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും, റൂട്ട് 3 എന്നാണ് എഴുതുക. ശരിയല്ലേ. അപ്പൊ ഈ സൈഡിന്റെ സ്ക്വയർ ആണല്ലോ ഇതിന്റെ ഏരിയ വരിക. അപ്പൊ റൂട്ട് 3ന്റെ സ്ക്വയർ എങ്ങനെ എഴുതാ, അതേപോലെ ഇതിന്റെ സൈഡ് ഇതാണ്, ഇതിന്റെ സൈഡ് റൂട്ട് 2 ആണ്. റൂട്ട് 2ന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് 2 സ്ക്വയർ. റൂട്ട് 2ന്റെ സ്ക്വയർ എത്ര, റൂട്ട് 2ന്റെ സ്ക്വയർ 2 ആണ്, കറക്റ്റ് 2 ആണ്. റൂട്ട് 2 എന്ന് പറഞ്ഞ വാല്യൂ എന്താണോ അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്താ, അത് കറക്റ്റ് 2 ആവും. കറക്റ്റ് 2 കിട്ടുന്ന രൂപത്തിൽ ഒരു നമ്പറാണ് ശരിക്കും എന്ത്, ആ നമ്പർ നമുക്ക് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ എങ്ങനെ എഴുതുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, റൂട്ട് 2ന്റെ സ്ക്വയർ എത്രയാണ്, 2 ആണ്. മറക്കരുത്. റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 ആണോ, റൂട്ട് 3 ഇതാണ് റൂട്ട് 3ന്റെ സ്ക്വയർ ആണ്. അത് നമ്മൾ ഇങ്ങനെ അല്ലേ എഴുതില്ലേ, റൂട്ട് 3ന്റെ സ്ക്വയർ ഇങ്ങനെ എഴുതൂലേ. റൂട്ട് 3ന്റെ സ്ക്വയർ എത്രയാണ്, അത് 3 ആണ്. മറക്കരുത്. റൂട്ട് 5ന്റെ സ്ക്വയർ എത്രയാണ്, അത് 5 ആണ്. മറക്കോ. അപ്പൊ റൂട്ട് എക്സ്, അപ്പൊ ആ റൂട്ട് 3 റൂട്ട് 2 എന്ന് എഴുതുന്ന വരെ റൂട്ട് എക്സിന്റെ സ്ക്വയർ എന്താ വരിക, അത് എക്സ് ആണ് വരിക. മറക്കണ്ട. റൂട്ടുള്ള ഒരു നമ്പർ എടുത്തു, റൂട്ടുള്ള ഇങ്ങനെ എഴുതുന്ന ഒരു നമ്പർ എടുത്തിട്ട് അതിന്റെ സ്ക്വയർ എടുത്താൽ എന്താ വരിക, ഈ ഇതിനുള്ളിലുള്ള നമ്പറായിട്ട്. കാരണം ഇതിനെ ഒരു നമ്പർ കൊണ്ട് അതേ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് കിട്ടുന്ന രൂപത്തിലുള്ള ഒരു നമ്പർ, ആ നമ്പർ എഴുതാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റൂട്ട് എക്സ് ഇങ്ങനെ എഴുതുന്നുണ്ടോ. അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് വരും, സ്ക്വയർ എടുക്കുമ്പോൾ അത് ഏത് നമ്പർ ആയാലും സ്ക്വയർ എടുക്കുമ്പോൾ കറക്റ്റ് എന്ത് വരണം, എക്സ് വരും. മറക്കോ.
മറക്കരുത്. ഇതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പേഴ്സിനാണ് നമ്മൾ എന്ത് പറയുക, ഇറേഷണൽ നമ്പേഴ്സ് എന്ന്. ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള തിയറി. ഞാൻ കുറച്ച് സ്പീഡ് പറഞ്ഞാണ് ഇത് തീർക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായല്ലോ? √2, √3, √5 ഇങ്ങനെയുള്ള നമ്പർ. അതൊക്കെ എന്താണ്, 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 5 ഒക്കെ സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള സ്ക്വയറുകൾ, ആ സ്ക്വയറിൻ്റെ സൈഡുകൾ. ഞാൻ അങ്ങനെ മാത്രം ഞങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് സ്ക്വയർ എക്സാമ്പിൾ ആയിട്ട് എടുത്ത്. വേറെ പല ഇതെടുക്കാൻ നമുക്ക് അങ്ങനെയൊക്കെ പല ലൈനുകൾ നമ്മൾ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഒക്കെ ലെങ്ത്ത് എത്രയെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ലെങ്ത്തിനൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കും. ഇതേപോലെയുള്ള നമ്പേഴ്സ് നമ്മൾ എന്ത് ഉപയോഗിക്കും, √3 അങ്ങനെയാണ് ഉപയോഗിക്കുക. അതായത് അത് സ്ക്വയർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, എളുപ്പത്തിന് മനസ്സിലാവാൻ വേണ്ടി എന്ത് ചെയ്യുന്നുള്ളൂ, പറഞ്ഞു എന്നുള്ളൂ. മനസ്സിലായല്ലോ? ഈ ചാപ്റ്ററിൽ ഇപ്പോൾ ഈ നമ്പർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി നമുക്ക് പഠിക്കണം ഈ നമ്പറുകൾ ഉപയോഗിച്ചുള്ള എല്ലാ ക്രിയകളാണ് എന്ന് പറയാൻ, ഓപ്പറേഷൻസാണ് എന്ന് പറയാൻ. എന്താ അർത്ഥം? ഇറേഷണൽ നമ്പേഴ്സ് എങ്ങനെയാണ് ആഡ് ചെയ്യുക, എങ്ങനെയാണ് അത് സബ്ട്രാക്ട് ചെയ്യുക, എങ്ങനെയാണ് രണ്ട് ഇറേഷണൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, ഒരു ഇറേഷണൽ നമ്പറിനെ വേറൊരു ഇറേഷണൽ നമ്പർ കൊണ്ട് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഈ ചാപ്റ്റർ പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യണത്, ഡിവൈഡ് ചെയ്യുന്നതും ആഡ് ചെയ്യുന്നതും സബ്ട്രാക്ട് ചെയ്യണമൊക്കെ നമ്മൾ പഠിച്ചല്ലേ. അതേപോലെ എന്ത് ചെയ്യുക, ഇറേഷണൽ നമ്പേഴ്സ്, അതായത് ഇറേഷണൽ നമ്പർ എന്നുള്ള പേര് നിങ്ങളുടെ ബുക്കിൽ പറയണില്ല, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, നിങ്ങൾ പഠിക്കേണ്ടതാണ്. ന്യൂ നമ്പേഴ്സ് ആണല്ലോ, ആ ന്യൂ നമ്പേഴ്സ് എങ്ങനെയാണ് മൾട്ടിപ്ലൈ. എവിടെ നോക്കുക, √2 + √2 ഉണ്ടോ, ഇത് രണ്ടും കൂടി ഞാൻ ആഡ് ചെയ്യുക. അല്ലെങ്കിൽ √3 + √5, ഇതെന്താ ചെയ്യുക, √3 × √2, ഇതെങ്ങനെ രണ്ട് നമ്പർ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക ഉണ്ടോ. √5 എന്ന് പറഞ്ഞ നമ്പറിനെ എങ്ങനെയാണ് √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എങ്ങനെയാണ്, ഇതൊക്കെ നമുക്ക് പഠിക്കാണ്ട് പറഞ്ഞാലോ. അപ്പോൾ ഈ ഓപ്പറേഷൻസ്, ഇത് അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ. അതുപോലെ √5 √3 മൈനസ് √2 അല്ല, ഇത് തെറ്റാണ്, അങ്ങനെയല്ല. √5 - √3 √2 അല്ല, അതാണ് സബ്ട്രാക്ഷനാണ്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ട്. ഇത് പഠിക്കുക എന്നുള്ളതാണ് ഈ ചാപ്റ്റർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ന്യൂ നമ്പേഴ്സ് മനസ്സിലായല്ലോ. നമ്മൾ ഇതുവരെ പഠിച്ച നമ്പേഴ്സ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റാത്ത ലെങ്ത്തുകളും മെഷർമെൻറ്റ്സും ഒക്കെ ഉണ്ട്. അങ്ങനത്തെ നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുക, ആ ഒരു പ്രത്യേക നൊട്ടേഷൻ ഉപയോഗിക്കുകയാണ്. √x എന്ന നൊട്ടേഷൻ അങ്ങനെ ഉപയോഗിക്കണം. ഇങ്ങനെ എഴുതുന്ന നമ്പേഴ്സ് ഇങ്ങനെ എഴുതുമ്പോൾ ചിലപ്പോൾ അതെന്ത് വരും, ഹോൾ നമ്പർ വരും. നമ്മൾ പറഞ്ഞു √4 ആണെങ്കിൽ 2 ആണ്, അപ്പോൾ അതതിൽ പെടില്ല. അങ്ങനെ കിട്ടാത്ത നമ്പർ, ഹോൾ നമ്പർ അല്ലാത്ത കേസിൽ അതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് കാൽക്കുലേഷൻ ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള നമ്പറുകളായ √2, √3, √5, √6, √7 ഇങ്ങനെയുള്ള ഈ നമ്പേഴ്സിനെ ജനറൽ ആയിട്ട് പറയുന്ന പേരാണ് ഇറേഷണൽ നമ്പേഴ്സ്. മനസ്സിലായാലും എന്താണെന്നുള്ളത്. അപ്പോൾ ഇത് നല്ലപോലെ മനസ്സിലാക്കി, ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്, നല്ലപോലെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് പഠിക്കും, ഇതിൻ്റെ ഈ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യും പറഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിങ്ങനെ ഏതെങ്കിലുമൊക്കെ പ്രോബ്ലങ്ങൾ ചെയ്തിങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ വരും. അത് വരുമ്പോൾ അപ്പോൾ നമ്മൾ അയ്യടാ ഇത് പിന്നെ എന്താ ചെയ്യാന്ന് ആലോചിച്ച് നിൽക്കാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ അഡീഷൻ ആണെങ്കിൽ അഡീഷൻ, സബ്ട്രാക്ഷൻ ആണെങ്കിൽ അത്, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ എന്താണെന്ന് വെച്ചാൽ അത് കൂളായിട്ട് നമുക്ക് അതിങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെ മുന്നോട്ട് പോകാൻ പറ്റണം. നിങ്ങൾ ഒരു കാര്യം മാത്രം ഇപ്പോൾ പഠിച്ചത് എന്താണ്, അതിൻ്റെ സ്ക്വയർ എടുക്കുന്നത് ശരിയല്ലേ. √5ന്റെ സ്ക്വയർ എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്, 5 ആണ്. ചിലോ ഒരു നമ്പറിനെ സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5 കിട്ടും. ആ നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ ആ നമ്പർ √5 എന്നാണ് പറയാം. √5 മനസ്സിലോ, √5 ആണ്. ആ √5ന്റെ സ്ക്വയർ എത്ര, അപ്പോൾ അത് 5 ആണ്. ഒരു നമ്പറിനെ സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 7 കിട്ടും. ഒരു നമ്പറിനെ സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 7 കിട്ടും. ഏതായിരിക്കും ആ നമ്പർ ഏതാ, അത് √7 ആണ്. √7 ഇങ്ങനെ എഴുതുക, √7 ഇത് ആണ്. അതുപോലെ ഒരു നമ്പറിനെ സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10 കിട്ടും. ഏതാ നമ്പർ, ആ നമ്പർ √10 ആണ്. അപ്പോൾ √10ന്റെ സ്ക്വയർ എത്രയാണ്, 10ന്റെ സ്ക്വയർ 10 ആണ് വരിക, അങ്ങനെ വരും. അതാണ് ആ നമ്പർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. പക്ഷേ പറഞ്ഞത് ശരിക്കും മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഈ ഇൻട്രൊഡക്ഷൻ നല്ലപോലെ മനസ്സിലായിട്ടില്ല, ഒരു പ്രാവശ്യം കൂടി നിങ്ങളുടെ വീഡിയോ കാണണം. ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് നോട്ട് തരുന്നുണ്ട്. ആ നോട്ട് എഴുതി അത് വായിച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആവും. എന്തെങ്കിലും ഡൗട്ടിൻ്റെ എന്ത് ചെയ്യാം ചോദിക്കാം. ഓക്കെ, താങ്ക് യു.